പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് യുവതി ഹാജരാകുക. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്നു. സമീർ, വിവരങ്ങൾ. സുഹൈൽ, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി രഹസ്യമൊഴി നൽകുന്നത്. 164 നൽകുന്നതിനായിക്കൊണ്ട് കോഴിക്കോട് CJM കോടതിയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂരിൽ നിന്നാണ് അവർ രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും വലിയ രീതിയിൽ തന്നെയാണ്, മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ ഈ കേസിലെ 3ഉം 4ഉം പ്രതികളായിട്ടുള്ളത് രാഹുലിന്റെ സഹോദരിയും രാഹുലിന്റെ മാതാവുമാണ്. രാഹുലിന്റെ മാതാവ് 3ആം പ്രതിയും സഹോദരി 4ആം പ്രതിയുമാണ്. ഇവരിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവർക്ക് 2 തവണ ചോദ്യം ചെയ്യലായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുറിച്ചുകൊണ്ട് 2 പേരും ഇതുവരെ ഹാജരായിട്ടില്ല. അവർക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകും. വൈകാതെ തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ കേസിലെ 4ആം പ്രതിയെ രാജേഷിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട നടപടിയുള്ളത്, ഈ കേസിൽ ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാളാണ് പന്തീരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ CPO ആയിട്ടുള്ള ശരത് ലാലിനെ വകുപ്പുതല നടപടി സ്വീകരിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. വലിയ രീതിയിലുള്ള ഇടപെടൽ ഈ വ്യക്തി നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിക്കൊണ്ടാണ് ശരത് ലാലിനോട് അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുഹൈൽ.